കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ആ വീട്ടിൽ വന്ന പുതിയ പെണ്ണിനെ കാണാൻ കുറച്ച് അയൽപ്പക്കാർ വരും. ആ അയൽപ്പക്കാര് കയറി വന്ന പുതിയ പെണ്ണിനോട് വർത്താനം പറയുമ്പോൾ ഓക്ക് പറയാനൊരു മടിയായിരിക്കും. അത് ഏത് മനുഷ്യനുണ്ടാകുന്ന ഒരു പുതിയ പൊരയിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി ആകെ ബേജാറിലായിരിക്കും. ഇതുവരെ ജീവിച്ച പൊരയല്ല, പിയാപ്പന്റെ പൊരയാ. അമിതമായി സംസാരിച്ച അവര് കരുതുന്നത് ഒരു വായാടിയാണ്. ആ ബേജാറിലോട് നിങ്ങൾ ചോദിച്ചതിനൊക്കെ ചെറുങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളോട് ചിരിക്കാനൊക്കെ ആ പാവത്തിന് പറ്റിയിട്ടില്ല. പക്ഷെ ഇറങ്ങി പോരുമ്പോ നമ്മൾ തമ്മിൽ എന്താ പറയാന്നറിയോ, ലേശം ഇവരുണ്ടെന്ന് തോന്നുന്നു, മിണ്ടണമൊന്നുമില്ല. എവിടുന്നോ കൊമ്പത്തുനിന്ന് വന്നതായതുകൊണ്ടായിരിക്കും. അവസാനം ഒരു 4 മാസം കഴിഞ്ഞ് ഒക്കെ പരിചയമായി. ഇത് കദീഷ താത്തയാണ്, മറ്റെന്ന താത്തയാണ്, എല്ലാരെയും ഒക്കെ പരിചയമായപ്പോ കല്യാണപ്പോരെ പിന്നെ ഒരു 4 മാസം കഴിഞ്ഞ് കണ്ട് രോഗിയായി കൈ പിടിച്ച് ഞമ്മക്ക് ഇരുത്താൻ സീറ്റ് തന്ന് ചോറ് ഇരിക്കാൻ നമ്മളൊപ്പം ഇരുന്ന് നല്ല വർത്താനവും നല്ല സ്നേഹവും. ആ 4ാമത്തെ മാസം കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോൾ പറയും വിചാരിച്ച മാതിരി അല്ലട്ടോ പാവം പെണ്ണ. ഈ 4 മാസത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ അഹങ്കാരി എന്നുള്ള വാക്കാൻ എത്തിയിട്ടുണ്ടാവും എവിടെയെങ്കിലും. നിങ്ങളെ കുപ്പൊറ്റാറ്റിനോടൊക്കെ പറഞ്ഞു ഓളോടെ മോളോട് അല്ലിടും. മോളെ കെട്ടി ഏകദേശം രാമനാട്ടിൽ കഴിക്കും. രാമനാട്ടിനെ വീട്ടിൽ കെട്ടിയ നാത്തൂനോട് പറഞ്ഞിട്ടുണ്ടാവും. ആ നാത്തൂന്റെ ഇളയമന്റെ മോളുണ്ടാവും കുടുംബക്കാരത്തിന്റെ പോലെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. ഏത് മനുഷ്യന്റെ കൈ പിടിച്ചിട്ടാ മനുഷ്യർക്ക് കുറ്റം